ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ബയോളജി ആയിട്ട് SSLC ബയോളജി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റും ആണ്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലൂടെയാണ് നമ്മൾ ആദ്യം കടന്നു പോകുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം നാഡീകോശത്തിനെ കുറിച്ച് അല്ലെ. നമ്മളെ നാഡീ വ്യവസ്ഥയുടെ അഥവാ നെർവസ് സിസ്റ്റത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നാഡീകോശം എന്ന് പറയുന്ന ന്യൂറോൺ എന്ന് വിളിക്കുന്ന സാധനം അല്ലെ. അപ്പൊ ഈ ന്യൂറോണിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇവിടെ പഠിക്കാൻ വേണ്ടി പോണത്. അപ്പൊ വളരെ സിമ്പിൾ ആണ്, കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അറിയാം, ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ന്യൂറോൺ എന്നുള്ളതാണ്. ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാഡീകോശം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ നാഡീകോശത്തിന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു സെക്ഷൻ ആണ് നമുക്ക് ഈ നാഡീകോശത്തിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്ന് വിളിക്കുന്ന സാധനം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ഇവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാം. അപ്പൊ അതിലെല്ലാവർക്കും അറിയാം, ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്, അതുപോലെ തന്നെ ആക്സോൺ ഉണ്ട്, ആക്സോണൈറ്റ് ഉണ്ട്, സിനാപ്റ്റിക് നോബ് ഉണ്ട്, മൈലിൻ ഷീത്ത് അല്ലെങ്കിൽ ഷോൺ കോശങ്ങളുണ്ട്, അതുപോലെ തന്നെ കോശ ശരീരമുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളതായിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോശ ശരീരത്തിന്റെ അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഡെൻഡ്രൈറ്റുകളാണ് എന്തിനെ സ്വീകരിക്കുന്നത്, നമ്മുടെ ആവേഗത്തെ സ്വീകരിക്കുന്ന, ഇമ്പൾസിനെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് ആര് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്ന ആൾക്കാർ അല്ലെ, ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്ന ആള്. അപ്പൊ ഈ ഡെൻഡ്രൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങൾ സ്വീകരിച്ചിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ഡെൻഡ്രോണിലേക്കാണ് പോകുന്നത്, ഡെൻഡ്രോണിലെത്തുന്നു. ഈ ഡെൻഡ്രോണിൽ നിന്ന് വീണ്ടും അത് എങ്ങോട്ടാണ് പോകുന്നത്, ഡെൻഡ്രോണിൽ നിന്ന് നേരെ കോശ ശരീരം എന്ന് വിളിക്കുന്ന സെൽ ബോഡിയിലെത്തുന്നു അല്ലെ, സെൽ ബോഡിയിലെത്തുന്നു. സെൽ ബോഡിയിൽ നിന്നോ അത് നേരെ എങ്ങോട്ട് പോകും, നമ്മുടെ ആക്സോണിലേക്ക് പോകുന്നു അല്ലെ, ആക്സോണിലേക്ക് പോകുന്നു. ആക്സോണിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത്, ആക്സോണിൽ നിന്ന് നേരെ ആക്സോണൈറ്റ് എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് പോകുന്നത്. ആക്സോണുകളുടെ ശാഖകളെ വിളിക്കുന്ന, ബ്രാഞ്ചസ് ഓഫ് ആക്സോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്സോണൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ആക്സോണൈറ്റിൽ നിന്ന് എന്താ സംഭവിക്കുക, ആക്സോണൈറ്റിൽ നിന്ന് നേരെ സിനാപ്റ്റിക് നോബിലേക്ക് പോകുന്നു അല്ലെ, സിനാപ്റ്റിക് നോബിലേക്കാണ് ആര് പോകുന്നത്, നമ്മുടെ ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്. എന്നിട്ട് സിനാപ്റ്റിക് നോബിൽ നിന്ന് നമുക്കറിയാം സിനാപ്സ് സംഭവിക്കും. സിനാപ്സ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഈ ആവേഗങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളത് മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സാർ ഇവിടെ എഴുതിയിട്ടുള്ള, ഞാനിവിടെ എഴുതിയിട്ടുള്ള ഈ ഒരു ഫ്ലോ ചാർട്ട് മക്കളെ എന്തിരിക്കണം, വളരെ കൃത്യമായിട്ട് ആ കാര്യം പഠിച്ചിരിക്കണം. അപ്പൊ ഇനി അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ നാഡീകോശത്തിന്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടും മക്കൾക്ക് എന്തുണ്ടായിരിക്കണം, നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് ആ ഐഡിയകളൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രം എക്സാമിന് പോവുക എന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്താണ്. അപ്പൊ എല്ലാവരും ഈ ഭാഗം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. അപ്പൊ എല്ലാവർക്കും ഞാൻ നല്ലൊരു എക്സാമിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുഡ് ബൈ.